ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 6-7 അധ്യായങ്ങൾ. അധ്യായം 6. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെട്ടതിൻ്റെ 480 സംവത്സരത്തിൽ ഇസ്രായേലിൽ ശലോമോന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസമായ സീവ് മാസത്തിൽ അവൻ യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി. ശലോമോൻ രാജാവ് യഹോവയ്ക്ക് പണിത ആലയം 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവും ഉള്ളതായിരുന്നു. ആലയമായ മന്ദിരത്തിൻ്റെ മുഖമണ്ഡപം ആലയ വീതിക്ക് ഒത്തവണ്ണം 20 മുഴം നീളവും ആലയത്തിൻ്റെ മുൻവശത്ത് 10 മുഴം വീതിയും ഉള്ളതായിരുന്നു. അവൻ ആലയത്തിന് ജാലം ഇണക്കിയ കിളിവാതിലുകളെയും ഉണ്ടാക്കി. മന്ദിരവും അന്തർമന്ദിരവും കൂടിയ ആലയത്തിൻ്റെ ചുവരിനോട് ചേർത്ത് ചുറ്റും തട്ടുതട്ടായ പുറവാരങ്ങളും പണിത് അവയിൽ ചുറ്റും അറകളും ഉണ്ടാക്കി. താഴത്തെ പുറവാരം 5 മുഴവും നടുവിലത്തേത് 6 മുഴവും മൂന്നാമത്തേത് 7 മുഴവും വീതിയുള്ളതായിരുന്നു. തുലാങ്ങൾ ആലയഭിത്തികളിൽ അകത്ത് ചെല്ലാതിരിപ്പാൻ അവൻ ആലയത്തിൻ്റെ ചുറ്റും പുറമേ ഗിളം പണിതു. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റുക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിൻ്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. താഴത്തെ പുറവാരത്തിൻ്റെ വാതിൽ ആലയത്തിൻ്റെ വലതുഭാഗത്തായിരുന്നു. ചുഴൽ കോവേണിയിൽ കൂടെ നടുവിലെ പുറവാരത്തിലേക്കും നടുവിലത്തേതിൽ നിന്ന് മൂന്നാമത്തെ പുറവാരത്തിലേക്കും കയറാം. അങ്ങനെ അവൻ ആലയം പണിതു തീർത്തു. ദേവദാരു തുലാങ്ങളും ദേവദാരു പലകയും കൊണ്ട് ആലയത്തിന് മച്ചിട്ടു. ആലയത്തിൻ്റെ ചുറ്റുമുള്ള തട്ടുകൾ 5 മുഴം ഉയരത്തിൽ അവൻ പണിതു. ദേവദാരു തുലാങ്ങൾ കൊണ്ട് ആലയത്തോട് ഇണച്ചു. ശലോമോന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ പണിയുന്ന ഈ ആലയമുണ്ടല്ലോ, നീ എൻ്റെ ചട്ടങ്ങളെ ആചരിച്ച് എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിച്ച് നടന്നാൽ ഞാൻ നിൻ്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്ത വചനം നിന്നിൽ നിവർത്തിക്കും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും, എൻ്റെ ജനമായ ഇസ്രായേലിനെ ഉപേക്ഷിക്കയില്ല. അങ്ങനെ ശലോമോൻ ആലയം പണിതു തീർത്തു. അവൻ ആലയത്തിൻ്റെ ചുവർ അകത്തെ വശം ദേവദാരു പലക കൊണ്ട് പണിതു. ഇങ്ങനെ അവർ ആലയത്തിൻ്റെ നിലം മുതൽ മച്ചുവരെ അകത്തെ വശം മരം കൊണ്ട് നിറച്ചു. ആലയത്തിൻ്റെ നിലം സരള പലകൾ കൊണ്ട് തളമിട്ടു. ആലയത്തിൻ്റെ പിൻവശം 20 മുഴം നീളത്തിൽ നിലം മുതൽ ഉത്തരം വരെ ദേവദാരു പലക കൊണ്ട് പണിതു. ഇങ്ങനെയാകുന്നു അന്തർമന്ദിരമായ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ ഉൾവശം പണിതത്. അന്തർമന്ദിരത്തിൻ്റെ മുൻഭാഗത്തുള്ള മന്ദിരമായ ആലയത്തിന് 40 മുഴം നീളമുണ്ടായിരുന്നു. ആലയത്തിൻ്റെ അകത്തെ ചുവരിന്മേൽ ദേവദാരു കൊണ്ടുള്ള കുമിഴുകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തുപണിയായിരുന്നു. എല്ലാം ദേവദാരു കൊണ്ടായിരുന്നു. കല്ല് അശേഷം കാണുവാനുണ്ടായിരുന്നില്ല. ആലയത്തിൻ്റെ അകത്ത് യഹോവയുടെ നിയമപ്പെട്ടകം വയ്ക്കേണ്ടതിന് അവനൊരു അന്തർമന്ദിരം ചമച്ചു. അന്തർമന്ദിരത്തിൻ്റെ അകം 20 മുഴം നീളവും 20 മുഴം വീതിയും 20 മുഴം ഉയരവും ഉള്ളതായിരുന്നു. അവനത് തങ്കം കൊണ്ട് പൊതിഞ്ഞു. ദേവദാരു മരം കൊണ്ടുള്ള ധൂപപീഠവും പൊതിഞ്ഞു. ആലയത്തിൻ്റെ അകം ശലോമോൻ തങ്കം കൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിൻ്റെ മുൻവശത്ത് വിലങ്ങത്തിൽ ചെങ്ങല കൊളുത്തി അന്തർമന്ദിരം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അങ്ങനെ അവൻ ആലയം ആസകലം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിനുള്ള പീഠവും മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിൽ അവൻ ഒലിവ് മരം കൊണ്ട് 10 മുഴം ഉയരമുള്ള 2 കെരൂബുകളെ ഉണ്ടാക്കി. ഒരു കെരൂബിൻ്റെ ഒരു ചിറക് 5 മുഴം, കെരൂബിൻ്റെ മറ്റേ ചിറക് 5 മുഴം. ഇങ്ങനെ ഒരു ചിറകിൻ്റെ അറ്റം മുതൽ മറ്റേ ചിറകിൻ്റെ അറ്റം വരെ 10 മുഴം. മറ്റേ കെരൂബിനും 10 മുഴം. കെരൂബ് രണ്ടിനും അളവും ആകൃതിയും ഒന്നു തന്നെ. ഒരു കെരൂബിൻ്റെ ഉയരം 10 മുഴം, മറ്റേ കെരൂബിനും അങ്ങനെ തന്നെ. അവൻ കെരൂബുകളെ അന്തരാലയത്തിൻ്റെ നടുവിൽ നിർത്തി. കെരൂബുകളുടെ ചിറക് വിടർന്നിരുന്നു. ഒന്നിൻ്റെ ചിറക് ഒരു ചുവരോടും മറ്റേതിൻ്റെ ചിറക് മറ്റേ ചുവരോടും തൊട്ടിരുന്നു. ആലയത്തിൻ്റെ നടുവിൽ അവയുടെ ചിറക് ഒന്നോടൊന്ന് തൊട്ടിരുന്നു. കെരൂബുകളെയും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിൻ്റെ ചുവരുകളിലെല്ലാം ചുറ്റും കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപം കൊത്തിയുണ്ടാക്കി. അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിൻ്റെ തളവും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവൻ അന്തർമന്ദിരത്തിൻ്റെ വാതിലിന് ഒലിവ് മരം കൊണ്ട് കതകുണ്ടാക്കി. കുറുമ്പടിയും കട്ടളക്കാലും ചുവരിൻ്റെ അഞ്ചിൽ ഒരു അംശമായിരുന്നു. ഒലിവ് മരം കൊണ്ടുള്ള കതക് രണ്ടിലും കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങൾ കൊത്തി പൊന്നു പൊതിഞ്ഞു. കെരൂബുകളിലും ഈന്തപ്പനകളിലും പൊന്നു പൊതിഞ്ഞു. അവണ്ണം തന്നെ അവൻ മന്ദിരത്തിൻ്റെ വാതിലിനും ഒലിവ് മരം കൊണ്ട് കട്ടള ഉണ്ടാക്കി. അത് ചുവരിൻ്റെ 4-1 അതിൻ്റെ കതക് രണ്ടും സരളമരം കൊണ്ടായിരുന്നു. ഒരു കതകിന് 2 മടക്ക് പാളിയും
മറ്റേ കതകിന് 2 മടക്ക് പാളിയും ഉണ്ടായിരുന്നു. അവൻ അവയിൽ കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങളെ കൊത്തി രൂപങ്ങളുടെ മേൽ പൊന്നു പൊതിഞ്ഞു. അവൻ അകത്തെ പ്രാകാരം ചെത്തിയ കല്ലുകൊണ്ട് 3 വരിയും ദേവദാരു കൊണ്ട് 1 വരിയുമായിട്ട് പണിതു. 4-ാം ആണ്ട് സീവ് മാസത്തിൽ യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിടുകയും 11-ാം ആണ്ട് 8-ാം മാസമായ ബൂൽ മാസത്തിൽ ആലയം അതിൻ്റെ സകല ഭാഗങ്ങളുമായി അതിൻ്റെ മാതൃക പ്രകാരമൊക്കെയും പണിതു തീർക്കുകയും ചെയ്തു. അങ്ങനെ അവൻ 7 ആണ്ടുകൊണ്ട് അത് പണിതു തീർത്തു. അധ്യായം 7. ശലോമോൻ തൻ്റെ അരമന 13 ആണ്ടുകൊണ്ട് പണിത് അരമന പണി മുഴുവനും തീർത്തു. അവൻ ലെബനോൻ വനഗ്രഹവും പണിതു. അതിന് 100 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു. ദേവദാരു കൊണ്ടുള്ള 3 നിര തൂണിന്മേൽ ദേവദാരു ഉത്തരം വെച്ച് പണിതു. ഓരോ നിരയിൽ 15 തൂണ് വീതം 45 തൂണിന്മേൽ തുലാം വെച്ച് ദേവദാരു പലക കൊണ്ട് തട്ടിട്ടു. 3 നിര കിളിവാതിൽ ഉണ്ടായിരുന്നു. 3 നിരയിലും അവ നേർക്ക് നേരായിരുന്നു. വാതിലും കട്ടളയും എല്ലാം സമചതുരവും കിളിവാതിൽ 3 നിരയായി നേർക്ക് നേരെയുമായിരുന്നു. അവൻ 50 മുഴം നീളവും 30 മുഴം വീതിയുമുള്ള ഒരു സ്തംഭമണ്ഡപവും അതിൻ്റെ മുൻവശത്ത് തൂണും ഉമ്മരപ്പടിയുമായി ഒരു പൂമുഖവും ഉണ്ടാക്കി. ന്യായം വിധിക്കേണ്ടതിന് ആസ്ഥാന മണ്ഡപമായിട്ട് ഒരു സിംഹാസന മണ്ഡപവും പണിതു. അതിന് ആസകലം ദേവദാരു പലക കൊണ്ട് അടിത്തട്ടിട്ടു. ഇതിൻ്റെ പണി പോലെ തന്നെ അവൻ മണ്ഡപത്തിനപ്പുറം മറ്റേ പ്രാകാരത്തിൽ അവൻ തനിക്ക് വസിപ്പാനുള്ള അരമന പണിതു. ശലോമോൻ പരിഗ്രഹിച്ചിരുന്ന ഫറവോന്റെ മകൾക്കും അവൻ ഈ മണ്ഡപം പോലെയുള്ള ഒരു അരമന പണിതു. ഇവ ഒക്കെയും അടിസ്ഥാനം മുതൽ ഉത്തരക്കല്ലു വരെയും പുറത്തെ വലിയ പ്രാകാരം വരെയും തോതിന് വെട്ടി അകവും പുറവും ഈർച്ച വാൾ കൊണ്ട് അറുത്തെടുത്ത വിശേഷപ്പെട്ട കല്ലുകൊണ്ടായിരുന്നു. അടിസ്ഥാനം 10 മുഴവും 8 മുഴവുമുള്ള വിശേഷപ്പെട്ട വലിയ കല്ലുകൊണ്ടായിരുന്നു. മേൽപ്പണി തോതിന് വെട്ടിയ വിശേഷപ്പെട്ട കല്ലുകൊണ്ടും ദേവദാരു കൊണ്ടുമായിരുന്നു. യഹോവയുടെ ആലയത്തിൻ്റെ അകത്തെ പ്രാകാരത്തിനും ആലയത്തിൻ്റെ മണ്ഡപത്തിനും ഉണ്ടായിരുന്നതുപോലെ വലിയ പ്രാകാരത്തിൻ്റെ ചുറ്റും 3 വരി ചെത്തിയ കല്ലും 1 വരി ദേവദാരും ഉണ്ടായിരുന്നു. ശലോമോൻ രാജാവ് സോരിൽ നിന്ന് ഹീരാം എന്നൊരുവനെ വരുത്തി. അവൻ നഫ്താലി ഗോത്രത്തിൽ ഒരു വിധവയുടെ മകനായിരുന്നു. അവൻ്റെ അപ്പനോ സോര്യനായ ഒരു മൂശാരിയത്രേ. അവൻ താമ്രം കൊണ്ട് സകലവിധ പണിയും ചെയ്യുവാൻ തക്കവണ്ണം ജ്ഞാനവും ബുദ്ധിയും സാമർഥ്യവും ഉള്ളവനായിരുന്നു. അവൻ ശലോമോൻ രാജാവിൻ്റെ അടുക്കൽ വന്ന് അവൻ കൽപ്പിച്ച പണിയൊക്കെയും തീർത്തു. അവർ 2 താമ്രസ്തംഭം ഉണ്ടാക്കി. ഓരോന്നിന് 18 മുഴം ഉയരവും 12 മുഴം ചുറ്റളവും ഉണ്ടായിരുന്നു. സ്തംഭങ്ങളുടെ തലയ്ക്കൽ വെപ്പാൻ അവൻ താമ്രം കൊണ്ട് 2 പോതിക വാർത്തുണ്ടാക്കി. പോതിക ഓരോന്നും 5 മുഴം ഉയരമുള്ളതായിരുന്നു. സ്തംഭങ്ങളുടെ തലയ്ക്കലെ പോതികയ്ക്ക് വല പോലെയുള്ള വിചിത്രപ്പണിയും മാലയും ഉണ്ടായിരുന്നു. പോതിക ഓരോന്നിനും ഇങ്ങനെ 7 ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സ്തംഭങ്ങളെ ഉണ്ടാക്കി അവയുടെ തലയ്ക്കുള്ള പോതിക മൂടത്തക്കവണ്ണം ഒരു പോതികയുടെ വലപ്പണിക്ക് മീതെ 2 വരി മാതളപ്പഴം ഉണ്ടാക്കി. മറ്റേ പോതികയ്ക്കും അവൻ അങ്ങനെ തന്നെ ഉണ്ടാക്കി. മണ്ഡപത്തിലുള്ള സ്തംഭങ്ങളുടെ തലയ്ക്കലെ പോതിക താമരപ്പൂവിൻ്റെ ആകൃതിയിൽ 4 മുഴമായിരുന്നു. 2 സ്തംഭത്തിൻ്റെയും തലയ്ക്കൽ പോതിക ഉണ്ടായിരുന്നു. ഒരു പോതികയ്ക്ക് വലപ്പണിക്കരികെ കുംഭത്തോട് ചേർന്ന് ചുറ്റും വരിയായി 200 മാതളപ്പഴം ഉണ്ടായിരുന്നു. മറ്റേ പോതികയ്ക്കും അങ്ങനെ തന്നെ. അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിൻ്റെ മണ്ഡപവാതിക്കൽ നിർത്തി. അവൻ വലത്തെ സ്തംഭം നിർത്തി അതിന് യാഖീൻ എന്നും ഇടത്തെ സ്തംഭം നിർത്തി അതിന് ബോവസ് എന്നും പേരിട്ടു. സ്തംഭങ്ങളുടെ അഗ്രം താമരപ്പൂവിൻ്റെ ആകൃതിയിലായിരുന്നു. ഇങ്ങനെ സ്തംഭങ്ങളുടെ പണി തീർന്നു. അവനൊരു കടൽ വാർത്തുണ്ടാക്കി. അത് വൃത്താകാരമായിരുന്നു. അതിന് വടക്കോട്ട് വക്ക് 10 മുഴവും ഉയരം 5 മുഴവും ചുറ്റും 30 മുഴം നൂലളവും ഉണ്ടായിരുന്നു. അതിൻ്റെ വക്കിന് താഴെ പുറത്ത് മുഴം ഒന്നിന് 10 കുമിഴ് വീതം കടലിന് ചുറ്റുമുണ്ടായിരുന്നു. അത് വാർത്തപ്പോൾ തന്നെ കുമിഴും 2 നിരയായി വാർത്തിരുന്നു. അത് 12 കാളയുടെ പുറത്ത് വച്ചിരുന്നു. അവയിൽ 3 വടക്കോട്ടും 3 പടിഞ്ഞാറോട്ടും 3 തെക്കോട്ടും 3 കിഴക്കോട്ടും തിരിഞ്ഞിരുന്നു. കടൽ അവയുടെ പുറത്തു വച്ചിരുന്നു. അവയുടെ പൃഷ്ഠഭാഗമൊക്കെയും അകത്തോട്ടായിരുന്നു. അതിൻ്റെ കനം 4 അങ്കുലം. അതിൻ്റെ വക്ക് പാനപാത്രത്തിൻ്റെ വക്കുപോലെ താമരപ്പൂവിൻ്റെ ആകൃതിയിലായിരുന്നു. അതിൽ 2000 ബത്ത് വെള്ളം കൊള്ളും. അവൻ താമ്രം കൊണ്ട് 10 പീഠമുണ്ടാക്കി. ഓരോ പീഠത്തിന് 4 മുഴം നീളവും 4 മുഴം വീതിയും 3 മുഴം ഉയരവും ഉണ്ടായിരുന്നു. പീഠങ്ങളുടെ പണി എങ്ങനെയെന്നാൽ അവയ്ക്ക് ചട്ടപ്പലക ഉണ്ടായിരുന്നു. ചട്ടപ്പലക ചട്ടങ്ങളിലായിരുന്നു. ചട്ടങ്ങളിൽ ഇട്ടിരുന്ന പലകമേൽ സിംഹങ്ങളും കാളകളും കരൂബുകളും ഉണ്ടായിരുന്നു. ചട്ടങ്ങളിൽ അവണ്ണം സിംഹങ്ങൾക്കും കാളകൾക്കും മീതെയും താഴെയും തോരണ പണിയും ഉണ്ടായിരുന്നു. ഓരോ പീഠത്തിനും താമ്രം കൊണ്ടുള്ള 4 ചക്രവും താമ്രം കൊണ്ടുള്ള അച്ചുതണ്ടുകളും ഉണ്ടായിരുന്നു. അതിൻ്റെ 4 കോണിലും കാലുകളുണ്ടായിരുന്നു. തൊട്ടിയുടെ കീഴെ കാൽ ഓരോന്നിനും പുറവശത്ത് തോരണ പണിയോടുകൂടി വാർത്തിരുന്നു.
അതിൻ്റെ വായ് ചട്ടക്കൂട്ടിന് അകത്തും മേലോട്ടും 1 മുഴം ഉയരമുള്ളതും ആയിരുന്നു. അതിൻ്റെ വായ് പീഠത്തിൻ്റെ പണി പോലെയും 1.5 മുഴം വൃത്തത്തിലുമായിരുന്നു. അതിൻ്റെ വായ്ക്ക് കൊത്തുപണിയുണ്ടായിരുന്നു. അതിൻ്റെ ചട്ടപ്പലക വൃത്താകാരമല്ല, ചതുരശ്രമായിരുന്നു. ചക്രം 4 ചട്ടങ്ങളുടെ കീഴും ചക്രങ്ങളുടെ അച്ചുതണ്ടുകൾ പീഠത്തിലുമായിരുന്നു. ഓരോ ചക്രത്തിൻ്റെ ഉയരം 1.5 മുഴം. ചക്രങ്ങളുടെ പണി രഥചക്രത്തിൻ്റെ പണി പോലെയായിരുന്നു. അവയുടെ അച്ചുതണ്ടുകളും വട്ടുകളും അഴികളും ചക്രനാഭികളും എല്ലാം വാർപ്പ് പണിയായിരുന്നു. ഓരോ പീഠത്തിൻ്റെ 4 കോണിലും 4 കാലുണ്ടായിരുന്നു. കാലുകൾ പീഠത്തിൽ നിന്ന് തന്നെ ഉള്ളവയായിരുന്നു. ഓരോ പീഠത്തിൻ്റെയും തലയ്ക്കൽ 1/2 മുഴം ഉയരമുള്ള വളയവും ഓരോ പീഠത്തിൻ്റെയും മേലറ്റത്ത് അതിൻ്റെ താങ്ങുകളും അതിൻ്റെ വക്കുകളും അതിൽ നിന്ന് തന്നെയായിരുന്നു. അതിൻ്റെ താങ്ങുകളുടെ തട്ടുകളിലും വക്കുകളിലും അതിൽ ഇടമുണ്ടായിരുന്നതുപോലെ അവൻ കെരൂബ്, സിംഹം, ഈന്തപ്പന എന്നിവയുടെ രൂപം ചുറ്റും തോരണ പണിയോടുകൂടെ കൊത്തി. ഇങ്ങനെ അവൻ പീഠം 10 തീർത്തു. അവയ്ക്കൊക്കെയും വാർപ്പും കണക്കും പരിമാണവും ഒരുപോലെയായിരുന്നു. അവൻ താമ്രം കൊണ്ട് 10 തൊട്ടിയും ഉണ്ടാക്കി. ഓരോ തൊട്ടിയിൽ 40 ബത്ത് വെള്ളം കൊള്ളും. ഓരോ തൊട്ടി 4 മുഴം. 10 പീഠത്തിൽ ഓരോന്നിന്മേൽ ഓരോ തൊട്ടി വെച്ചു. അവൻ 5 പീഠം ആലയത്തിൻ്റെ വലതുഭാഗത്തും 5 പീഠം ആലയത്തിൻ്റെ ഇടതുഭാഗത്തും വെച്ചു. കടലോ അവൻ ആലയത്തിൻ്റെ വലതുഭാഗത്ത് തെക്ക് കിഴക്കായി വെച്ചു. പിന്നെ ഹീരാം കലങ്ങളും ചട്ടുകങ്ങളും കലശങ്ങളും ഉണ്ടാക്കി. അങ്ങനെ ഹീരാം യഹോവയുടെ ആലയം വക ശലോമോൻ രാജാവിന് വേണ്ടി ചെയ്ത പണികളൊക്കെയും തീർത്തു. 2 സ്തംഭം 2 സ്തംഭത്തിൻ്റെയും തലയ്ക്കലുള്ള ഗോളാകരമായ 2 പൊതിക, സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള പൊതികകളിലെ 2 ഗോളം മൂടുവാൻ 2 വലപ്പണി, സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള പൊതികകളുടെ 2 ഗോളം മൂടുന്ന ഓരോ വലപ്പണിയിലും ഈ 2 നിര മാതളപ്പഴമായി 2 വലപ്പണിയിലും കൂടെ 400 മാതളപ്പഴം. 10 പീഠം, പീഠങ്ങളിൽ മേലുള്ള 10 തൊട്ടി, 1 കടൽ, കടലിൻ്റെ കീഴെയുള്ള 12 കാള, കലങ്ങൾ, ചട്ടുകങ്ങൾ, കലശങ്ങൾ എന്നിവ തന്നെ. യഹോവയുടെ ആലയം വക ശലോമോൻ രാജാവിന് വേണ്ടി ഹീരാം ഉണ്ടാക്കിയ ഈ ഉപകരണങ്ങളൊക്കെയും മിനുക്കിയ താമ്രം കൊണ്ടായിരുന്നു. യോർദാൻ സമഭൂമിയിൽ സുക്കോത്തിനും സാരെഥാനും മധ്യേ കളിമണ്ണുള്ള നിലത്തിൽ വെച്ച് രാജാവ് അവയെ വാർപ്പിച്ചു. ഉപകരണങ്ങൾ അനവധി ആയിരുന്നതുകൊണ്ട് ശലോമോൻ അവയൊന്നും തൂക്കിയില്ല. താമ്രത്തിൻ്റെ തൂക്കത്തിന് നിശ്ചയമില്ലായിരുന്നു. ശലോമോൻ യഹോവയുടെ ആലയത്തിനുള്ള സകല ഉപകരണങ്ങളും ഉണ്ടാക്കി. പൊൻപീഠം, കാഴ്ചയപ്പം വയ്ക്കുന്ന പൊന്മേശ, അന്തർമന്ദിരത്തിൻ്റെ മുമ്പിൽ വലതുഭാഗത്ത് 5ഉം ഇടതുഭാഗത്ത് 5ഉമായി പൊന്നുകൊണ്ടുള്ള വിളക്കുതണ്ടുകൾ, പൊന്നുകൊണ്ടുള്ള പുഷ്പങ്ങൾ, ദീപങ്ങൾ, ചവണകൾ, തങ്കം കൊണ്ടുള്ള പാനപാത്രങ്ങൾ, കത്രികകൾ, കലശങ്ങൾ, തവികൾ, തീച്ചട്ടികൾ, അതിപരിശുദ്ധ സ്ഥലമായ അന്തരാലയത്തിൻ്റെ വാതിലുകൾക്കും മന്ദിരമായ ആലയത്തിൻ്റെ വാതിലുകൾക്കും പൊന്നുകൊണ്ടുള്ള കെട്ടുകൾ എന്നിവ തന്നെ. അങ്ങനെ ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം വക പണിയെല്ലാം തീർത്തു. ശലോമോൻ തൻ്റെ അപ്പനായ ദാവീദ് നിവേദിച്ചിരുന്ന വെള്ളിയും പൊന്നും ഉപകരണങ്ങളും കൊണ്ടുവന്ന് യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ വച്ചു.